ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിലെ 5ാമത്തെ ക്ലാസ്സിലാണുള്ളത്. 8ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനകം തന്നെ നിരവധി വിഷയങ്ങളിൽ നമ്മൾ SCRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിരവധി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ അതുകൂടി കാണുക. നിങ്ങളുടെ പിന്തുണ വിൻസ്പയറിന് എപ്പോഴും ഉണ്ടാവുക. സോ സ്റ്റാർട്ട് ചെയ്യാണ്. സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറച്ച് ടേംസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിക്കും. നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആവശ്യങ്ങൾ ഓരോന്നും പൂർത്തീകരിക്കുമ്പോഴേക്കും അടുത്ത ആവശ്യം കടന്നു വരും. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മനുഷ്യന് ആവശ്യമുള്ള അവൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനമെന്ന് നമ്മൾ ഇതിനകം പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് പഠിക്കാത്തവർ അതുകൂടി കാണുക. അതിനകത്ത് ഇത്തരം ടേംസ് നമ്മൾ പറയും. ഇവിടെ കാർഷിക മേഖല, ഇതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഫാക്ടറി, ദെൻ ഒരു ആരോഗ്യ പരിചരണ മേഖലയിലെ ഡോക്ടർ, നഴ്സസ്, അവരുടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ വിവിധ തരത്തിലുള്ള സേവനം ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെ കൃഷി, ഫാക്ടറി തൊഴിൽ എന്നിവ സാധനങ്ങൾ ഉൽപ്പാദിച്ച് പ്രവർത്തനങ്ങളും, ദെൻ ട്രാഫിക് പോലീസ്, ഡോക്ടർ എന്നിവരുടേത് സേവനങ്ങളുമാണ്. ഒന്ന് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനവും മറ്റൊന്ന് സേവനവുമാണ്. ഇവയെല്ലാം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നീ ഘടകങ്ങളെ പറ്റിയും അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റിയും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മുൻകഴി ക്ലാസ്സിൽ കേട്ടുക, അതിനകത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്കിനനുസരിച്ചാണ് പ്രതിഫലം വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾക്ക് അവയുടെ പങ്ക്, എത്രത്തോളം പങ്കുണ്ടോ, പങ്കാളിത്തം ഉണ്ടോ, അതനുസരിച്ചായിരിക്കും പ്രതിഫലം ഉണ്ടാവുക അല്ലേ? അതുകൊണ്ട് വിതരണം സമ്പദ് വ്യവസ്ഥയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. വിതരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നീതിപൂർവമായ വിതരണം സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്തും. ഏതൊരു ഉൽപ്പന്നമായാലും അത് വിതരണം ചെയ്യുന്നത് നീതിപൂർവമായിരിക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അത് എത്രത്തോളം നടപ്പിലാക്കുന്നു അതനുസരിച്ചാണ് ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നത്. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിലൂടെയാണ് അല്ലേ? നമ്മളത് പറഞ്ഞു. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് ചെലവഴിക്കുന്നത്. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം, അത് കൺസ്യൂം ചെയ്യുന്നതിലൂടെ, അത് ഉപയോഗിക്കുന്നതിലൂടെയാണ്. ദെൻ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് മൂലം, അഥവാ അവനൊരു തൊഴിൽ ചെയ്യുന്നത് മൂലം അവന് ലഭിക്കുന്നത് പ്രതിഫലമാണ്. ആ പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. ആ ഒരു ചാക്രിക രീതിയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ ഒരു മാർക്കറ്റിൽ ചെന്ന് സാധനം വാങ്ങുന്നു. നമ്മുടെ ആവശ്യം തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സാധനം വാങ്ങുന്നു. ആ സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ പണം കൊടുക്കണം. ആ പണം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നാം ചെയ്യുന്ന ജോലിയിലൂടെയാണ്. അഥവാ ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെട്ട് നമുക്ക് കിട്ടിയ പ്രതിഫലം ഉപയോഗിച്ചാണ് നാം പുതിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പണം ചിലവഴിക്കുന്നത്. അതിനാൽ ഉൽപാദനം, വിതരണം, ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയും സേവനങ്ങളുടെയും ഉപഭോഗം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവകൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. നമ്മൾ ഉപഭോഗം നടത്തുന്നതെല്ലാം ഈ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം കൊണ്ടാണ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠന വിധേയമാക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. എന്താണ് സാമ്പത്തിക ശാസ്ത്രം? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയും പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നത് വളരെയധികം സഹായകമാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ സഹായിക്കുന്നതിന് വേണ്ടി, അതിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സമ്പദ്ഘടനയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സോ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. വരുണിൻ്റെ സ്കൂൾ വളപ്പിലെ 1 ഏക്കർ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്നുള്ള ചർച്ച നടക്കുകയാണ്.
വിവിധ ആവശ്യങ്ങൾ ഉയർന്നു വന്നുവെങ്കിലും ആ സ്ഥലത്ത് കൃഷി ചെയ്യുക എന്ന ആശയത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. വാഴകൃഷി, നെൽകൃഷി എന്നീ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും പച്ചക്കറി കൃഷി നടത്താനാണ് അവസാനം തീരുമാനിച്ചത്. പച്ചക്കറിയുടെ വർദ്ധിച്ചു വരുന്ന വിലയെയും മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന വിഷമയമായ പച്ചക്കറിയെയും കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ഗ്രാമത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ ചെറിയൊരു ഭാഗമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലായിരുന്നു വരുണും കൂട്ടുകാരും. ഇപ്പോൾ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലേ. എത്ര സ്ഥലത്ത് നമുക്ക് പച്ചക്കറി കൃഷി നടത്താൻ കഴിയും? എന്തെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യാം? ഏത് രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത്? എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ആർക്കെല്ലാം ഇത് പ്രയോജനപ്പെടും? എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കാൻ ചുമതല ആരേറ്റെടുത്തു? വരുൺ ഏറ്റെടുത്തു. സോ നമ്മളൊരു സമ്പദ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാകേണ്ട കുറച്ച് ചിന്തകളാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. എത്ര സ്ഥലം വേണം, എന്തൊക്കെ വേണം, ഏത് രീതിയിൽ വേണം, ആരൊക്കെയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് ഉപയോഗം കിട്ടേണ്ടത്, ഇതൊക്കെ നമ്മളും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണ് മുകളിൽ നൽകിയ ഉദാഹരണത്തിലൂടെ ചർച്ച ചെയ്യപ്പെട്ടത്. സമൂഹം ഏതൊരു സാമ്പത്തിക പ്രവർത്തനം നടത്തുമ്പോഴും സ്വാഭാവികമായി ഉയരേണ്ട 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ? അപ്പോൾ എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം? ഒന്നാമത്തെ ചോദ്യം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതായത് ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഇതാണ് പ്രധാനപ്പെട്ട ആ 3 ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം? വിഭവങ്ങൾ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വിഭവങ്ങൾ പരിമിതിയാണല്ലേ, വർഷങ്ങൾ കഴിയുന്തോറും വിഭവങ്ങൾ പരിമിതിയായിട്ട് വരും. അപ്പോൾ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. മുകളിൽ സൂചിപ്പിച്ച ചർച്ചയിൽ ഒട്ടേറെ ആവശ്യങ്ങൾ ഉയർന്നു വന്നെങ്കിലും മുൻഗണനാ അടിസ്ഥാനത്തിൽ ഏറ്റവും ആവശ്യമായി തോന്നിയത് പച്ചക്കറി കൃഷി ആയതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അതെത്രമാത്രം അളവിൽ വേണം എന്നതും പ്രസക്തമാണ്. ഇതുപോലെ പുതിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ ഏതെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത്, എത്ര യൂണിറ്റുകൾ ആരംഭിക്കണം എന്നത് ആസൂത്രണം ചെയ്യണം. സോ നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്തുൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ സമൂഹത്തിന് ഏറ്റവും ഉപയോഗമുള്ളത് ഏതാണെന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കേണ്ടത്. ദെൻ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ഉണ്ടാകേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ്. സമൂഹത്തിൻ്റെ ആവശ്യവും ഉൽപ്പന്നത്തിൻ്റെ അളവും തമ്മിലൊരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത്. അപ്പോൾ സമൂഹത്തിന് എത്രമാത്രം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ അളവ് തിട്ടപ്പെടുത്തേണ്ടത്. അടുത്ത ചോദ്യമാണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതെത്രമാത്രം എന്ന് തീരുമാനമാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇത് ഉൽപ്പാദന രീതിയെ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, രീതിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ വിഭവങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മെഷീനറീസ് ഉണ്ടെങ്കിൽ നമുക്ക് മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യാം. മെഷീനറി കിട്ടാനുള്ള ഒരു സൗകര്യം ഇല്ല എങ്കിൽ നമ്മൾ മാൻ പവർ ഉപയോഗിച്ച് അല്ലെ കൈത്തൊഴിൽ ഉപയോഗിച്ചൊക്കെ ചെയ്യേണ്ടി വരും. ഇതിന് ഉദാഹരണമാണ് നിലമൊരുക്കൽ, വിത്ത് വിതയ്ക്കൽ, കളം പറിക്കൽ, വളമിടൽ, കൊയ്ത്ത്, മെതിക്കൽ തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾ. തൊഴിലാളികളെ ഉപയോഗിച്ചോ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചോ നമുക്കിത് ചെയ്യാം. ഇതിൽ ഏത് മാർഗം സ്വീകരിക്കേണ്ടത് എന്ന് ആ പ്രദേശത്തിലെ ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു നാട്ടിൽ അതിനുള്ള മെഷീൻസ് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളില്ല എങ്കിൽ ആളുകളെ ഉപയോഗിച്ച് ചെയ്യുക, അതാണ് നമുക്ക് പറ്റുന്ന രീതി. അപ്പോൾ നിലവിൽ നമുക്കുള്ള സാഹചര്യം അനുസരിച്ചാണ് അത് തീരുമാനിക്കേണ്ടത്. വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉൽപ്പാദനത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തത ഉണ്ടാകാറുണ്ട്. ദെൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കാം? സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാകണം ഉൽപ്പാദനം നടത്തേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഉൽപ്പാദനം നടത്തേണ്ടത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിമിതമല്ല. ഓരോ ആവശ്യവും നിറവേറുമ്പോഴേക്കും പുതിയ ആവശ്യങ്ങൾ കടന്നു വരും. ഗാന്ധിജി പറഞ്ഞ കോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ വിഭവങ്ങൾ ഇവിടെ ഉണ്ട്, അത്യാർത്ഥിക്കുള്ളതില്ല.
എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനാൽ ഈ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. സമൂഹത്തിൽ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലാവണം ഉൽപാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പോൾ പരമാവധി ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടണം. ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതും പ്രധാനമാണ്. അപ്പോൾ ഏത് രീതിയിൽ വരുമാനം വിതരണം ചെയ്യപ്പെടുന്നു, ഉപയോഗം പരമാവധി ആളുകൾക്ക് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. മുതൽ മുടക്കിൻ്റെ പലിശ, സംഘാടകൻ്റെ ലാഭം, തൊഴിലാളികളുടെ വേതനം, ഭൂമിയുടെ വാടക എന്നിവയ്ക്കായി വരുമാനം വിതരണം ചെയ്യുന്നു. അപ്പോൾ വരുമാനം എങ്ങനെയൊക്കെ ഏത് മേഖലയിൽ വിതരണം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കാത്തവർ അതുകൂടി കേട്ടിട്ട് വരിക. സാമ്പത്തിക ശാസ്ത്ര പഠനം കേവലം സമ്പത്തിനെ കുറിച്ചുള്ള പഠനം മാത്രമല്ല, മനുഷ്യനെ കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള പഠനം കൂടിയാണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്പത്ത് മാത്രമല്ല പറയുന്നത്, സമ്പത്തിനെ കുറിച്ച് മാത്രമല്ല മനുഷ്യനെയും സമൂഹത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. വിവിധ കാലഘട്ടത്തിൽ സാമ്പത്തിക ചിന്തകന്മാരുടെ സംഭാവനകൾ ഈ ശാസ്ത്രശാഖയ്ക്ക് വളരെയധികം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അദ്ദേഹം ഉൾപ്പെടെ ഒട്ടനവധി പേര് പാശ്ചാത്യ സാമ്പത്തിക ചിന്തകർ സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് ചിന്തകളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നാഷൻസ് PYQ ആണ് എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവെച്ചത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ആര് പറഞ്ഞു? ആഡം സ്മിത്ത് പറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച ആശയം സാമ്പത്തിക പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണം, വ്യക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം. ഇതിന് അദ്ദേഹം രൂപപ്പെടുത്തിയ തിയറിയാണ് ലെസോഫെയർ സിദ്ധാന്തം. അപ്പോൾ ലെസേഫെയർ സിദ്ധാന്തം ആരുടേതാണ്? ലെസേഫെയർ സിദ്ധാന്തം ആഡം സ്മിത്തിൻ്റെ ആണ്. ലെസേഫെയർ സിദ്ധാന്തം ആഡം സ്മിത്തിൻ്റെതാണ്. പഠിച്ചു വയ്ക്കുക, PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ സിദ്ധാന്തത്തിൻ്റെ പേര് ലെസേഫെയർ സിദ്ധാന്തം. എന്താണ് ഈ ലെസേഫെയർ സിദ്ധാന്തത്തിൽ പറയുക? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടലിൽ കുറയ്ക്കുക, വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുക. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്തിൻ്റെ വാദമാണിത്, സിദ്ധാന്തമാണിത്. ദെൻ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. നമ്മളിത് ലോക ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ് കേൾക്കാത്തവർ അതുകൂടി കേൾക്കാം. വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും ഉൽപാദന പ്രക്രിയയിലും മാറ്റമുണ്ടാക്കി. ഇതാണ് കാൾ മാർക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ആശയങ്ങൾ രൂപപ്പെടുവാനുള്ള സാഹചര്യം. അപ്പോൾ വ്യവസായശാലകൾ, തൊഴിലാളി കൂട്ടായ്മകളൊക്കെ പുതുതായി ഉണ്ടായി വന്ന സമയത്താണ് കാൾ മാർക്സ് വന്നത്. തൊഴിലാളി ഈ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളാണ് അല്ലേ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് പറഞ്ഞ ആളാണ് കാൾ മാർക്സ്. അപ്പോൾ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആൾ അങ്ങനെയല്ലേ പറയൂ അല്ലേ. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. ഇതെല്ലാം PYQ ആണ്. ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്ന് പറഞ്ഞത് കാൾ മാർക്സ് ആണ്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിൻ്റെ വില. എന്നാൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റി വെക്കുകയും ചെയ്യുന്നു. ഇതിനെ മിച്ചമൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. അപ്പോൾ ഒരു കച്ചവടം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ലാഭത്തിൽ കൂടുതൽ അധ്വാനിക്കുന്നത് അതിലെ തൊഴിലാളിയാണ്. എന്നാൽ തൊഴിലാളിക്ക് തുച്ഛമായിട്ട് പ്രതിഫലം കൊടുക്കുന്നു, അതിൻ്റെ കൂടുതൽ ഭാഗവും മുതലാളി സ്വന്തമാക്കി വെക്കുന്നു. ഇതിന് അദ്ദേഹം പറഞ്ഞത് സർപ്ലസ് വാല്യൂ അഥവാ മിച്ചമൂല്യം എന്നാണ്. സത്യത്തിൽ തൊഴിലാളിയാണ് അതിൽ കൂടുതൽ ഭാഗം അധ്വാനിച്ചത്, കൂടുതൽ കിട്ടേണ്ടത് തൊഴിലാളിക്കാണെന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്.
ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം മൂലധനം, ക്യാപിറ്റൽ, ക്യാപിറ്റൽ, മൂലധനം എന്ന കൃതിയിലൂടെയാണ് കാർൽ മാർക്സ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. കാർൽ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. അടുത്ത വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ നമ്മൾ ആഡം സ്മിത്ത് പറഞ്ഞു, അദ്ദേഹം വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകി ലെസോഫിയർ സിദ്ധാന്തം കൊണ്ടുവന്നു. പിന്നെ കാർൽ മാർക്സ് അദ്ദേഹം സർപ്ലസ് വാല്യൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞു, തൊഴിലാളികൾക്കാണ് കൂടുതൽ അതിൻ്റെ അവകാശം കിട്ടേണ്ടത് പറഞ്ഞു. പിന്നീട് ആൽഫ്രഡ് മാർഷലിലേക്ക് നമ്മൾ കടക്കുകയാണ്. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളും എല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞു. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. ഇതിലൂടെ അദ്ദേഹം പറയുക, സാമ്പത്തിക പ്രവർത്തനങ്ങൾ മനുഷ്യ ക്ഷേമം മുൻനിർത്തിയുള്ളതായിരിക്കണം, മനുഷ്യൻ്റെ ക്ഷേമം മുൻനിർത്തിയുള്ളതായിരിക്കണം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോക ജനസംഖ്യ 160 കോടിയായിരുന്നു. അങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചു വന്നു. ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക? ഇങ്ങനെ ചോദ്യങ്ങൾ മുന്നോട്ട് വന്ന സമയത്താണ് അടുത്ത ഒരു വ്യക്തി വരിക, ലയണൽ റോബിൻസ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയാണ്, വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചു. പരിമിതമായിട്ടുള്ള വിഭവങ്ങളും വർദ്ധിച്ച ആവശ്യങ്ങളും. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്ന് ലയണൽ റോബിൻസ്. അപ്പോൾ ലയണൽ റോബിൻസ് പറഞ്ഞു, പരിമിതമായിട്ടുള്ള വിഭവങ്ങളേ ഉള്ളൂ, എന്നാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, അത്യാവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ്. അപ്പോൾ ലയണൽ റോബിൻസ് പറഞ്ഞത് നമുക്ക് പരിമിതമായിട്ടുള്ള വിഭവങ്ങളേ ഉള്ളൂ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങൾക്ക് മുൻഗണന നിർണ്ണയിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ എ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിഭവ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത വേണമെങ്കിൽ മികച്ച സാമ്പത്തിക ആസൂത്രണം വേണം, ശരിയായിട്ടുള്ള വിഭവ വിനിയോഗം, നല്ല രീതിയിൽ സാധനങ്ങൾ വിനിയോഗിക്കണം എന്നും പറഞ്ഞ ആളാണ് പോൾ എ സാമുവൽസൺ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചധികം ആളുകളെ പറഞ്ഞു. സോ നമുക്കിവിടെ ഈ ഒരു പട്ടിക പൂർത്തിയാക്കാൻ ശ്രമിക്കാം. ആഡം സ്മിത്ത് പറഞ്ഞു, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലേ? അദ്ദേഹം ലെസോഫിയർ സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്നു. ഇനി തൊഴിലാളികൾക്ക് പ്രാധാന്യം, അതേപോലെ മിച്ചമൂല്യമൊക്കെ പറഞ്ഞത് കാർൽ മാർക്സ് ആണ്. ദെൻ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു, മനുഷ്യ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം അല്ലെ? ആൽഫ്രഡ് മാർഷൽ മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം സമ്പത്ത് വിനിയോഗിക്കേണ്ടത്. ഇനി മനുഷ്യന് അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളുമാണുള്ളത് എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. ദെൻ പോൾ എ സാമുവൽസൺ പറഞ്ഞത് എന്താ? മികച്ച സാമ്പത്തിക ആസൂത്രണം വേണം, ശരിയായിട്ടുള്ള വിഭവ വിനിയോഗം വേണം. ഈ ടേബിൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ടെലഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം കേട്ടോ. നമ്മുടെ ടെലഗ്രാം ചാനൽ ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ, ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ വാല്യൂ കൂടുന്നതാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ടൈം ഇതിൻ്റെ മേലെ സ്പെൻഡ് ചെയ്യാൻ കഴിയൂ. ഇതിനടുത്തേക്ക് വരാം. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഈ വ്യക്തികൾ ഓർക്കുക. ആഡം സ്മിത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ദെൻ ലെസോഫിയർ സിദ്ധാന്തം, പിന്നെ കാർൽ മാർക്സ് തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകി, ആൽഫ്രഡ് മാർഷൽ ജനക്ഷേമത്തിന് വേണ്ടിയാണ് സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞു, അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും എന്ന് പറഞ്ഞത് ലയണൽ റോബിൻസൺ ആണ്. പിന്നെ അവസാനമായിട്ട് പോൾ എ സാമുവൽസൺ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം? മികച്ച ആസൂത്രണം നടത്തണം, ശരിയായിട്ട് സാമ്പത്തിക വിനിയോഗം ചെയ്യണം എന്ന് പറയും. ഇനി
സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഇന്ത്യയിലും ഒട്ടേറെ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം. അപ്പോൾ ചാണക്യനാണ് അർത്ഥശാസ്ത്രം എന്ന കൃതി എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. മൗര്യ സാമ്രാജ്യത്തിലാണ് അല്ലേ അതൊക്കെ വരുന്നത്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഫലപ്രദമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇല്ല എങ്കിൽ ആ രാജ്യം നശിച്ചു പോകും. രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു. അപ്പോൾ ശരിയായിട്ടുള്ള നയങ്ങളുണ്ട്, സാമ്പത്തിക നയങ്ങളുണ്ട് എങ്കിലേ പുരോഗതി ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം നയങ്ങളിലൂടെയാണ് സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുക. സർക്കാരിന് വരുമാന നഷ്ടം തടയണമെങ്കിൽ മെച്ചപ്പെട്ട സാമ്പത്തിക ആസൂത്രണം വരണം. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യൻ്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ചാണക്യനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട പേരാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം അർത്ഥശാസ്ത്രം. അദ്ദേഹം ആരുടെ ഉപദേഷ്ടാവ്? ചന്ദ്രഗുപ്ത മൗര്യർ. ആ ഒരു സാമ്രാജ്യത്തിൻ്റെ പേര് മഗധ. ഇത്രയും കാര്യങ്ങൾ പി വയ്ക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പി വയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വരാം, അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ഭരണം മുതലുള്ള ഇന്ത്യയുടെ കാര്യങ്ങൾ വരാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാകും. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നത് ബ്രിട്ടീഷ് ഭരണമാണെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഹിസ്റ്ററിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കേൾക്കുക. ഞാൻ ഇതുവരെ ചെയ്ത ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ആവശ്യമുള്ളവർ കാണുക. അപ്പം ഇന്ത്യയിൽ സമ്പത്ത് ബ്രിട്ടീഷുകാർ പല മാർഗത്തിലൂടെ ചോർത്തിക്കൊണ്ട് പോകുന്നു. അത് ചോർച്ചാ സിദ്ധാന്തമാണ്. ഇങ്ങനെ സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകുന്നു. ആ ശമ്പളം അവർ നൽകുന്നത് എങ്ങനെയാണ്? ഇവിടുന്ന് ആളുകളിൽ നിന്ന് നികുതി പിരിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുമാണ്. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കുന്നു. ഇവിടുന്ന് അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ പരുത്തി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നു. അതിൽ നിന്നും ഗുണമേന്മയില്ലാത്ത വസ്ത്രങ്ങൾ നിർമ്മിച്ച് വളരെ വലിയ വിലയ്ക്ക് ഇന്ത്യയിൽ തന്നെ വിൽക്കുന്നു. അപ്പോൾ അവർക്കല്ലേ ലാഭം. ബ്രിട്ടൻ്റെ സാമ്രാജ്യത്തെ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുന്നു അല്ലേ, ചൂഷണം ചെയ്യാണ്. വളരെ അന്ധമായിട്ടുള്ളൊരു ചൂഷണമായിരുന്നു. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ സമ്പത്തും അവർ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്രദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രകാരൻ്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകി. ഇപ്പോൾ രമേശ് ചന്ദ്രദത്ത് എന്നതും ഒരു സാമ്പത്തിക ശാസ്ത്രകാരനാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ചൂഷണത്തെക്കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ SCERT ഫാക്റ്റ് ആണ്, പഠിച്ചു വെക്കുക. രമേശ് ചന്ദ്രദത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രകാരനാണ്. രമേശ് ചന്ദ്രദത്ത്. ഇദ്ദേഹത്തിൻ്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന് സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ രമേശ് ചന്ദ്രദത്ത് വ്യക്തമാക്കി. ഇപ്പോൾ ബ്രിട്ടീഷിൻ്റെയും നാഗരികതയും എങ്ങനെയാണ് ഇന്ത്യയെ സാമ്പത്തികമായിട്ട് തകർത്തത് എന്ന് പറഞ്ഞത് രമേശ് ചന്ദ്ര ദത്താണ്. വളരെ നിർണായകമായിട്ടുള്ളൊരു പഠനമായിരുന്നു. ഇനി നമുക്ക് ഗാന്ധിജിയിലേക്ക് വരാം. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കപ്പെടലല്ല, പിന്നെയോ 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. അപ്പോൾ ഇവിടുത്തെ മൂലധനം ഗ്രാമങ്ങളിൽ വിതരണം ചെയ്യപ്പെടണം എന്ന് ഗാന്ധിജി പറഞ്ഞു. അപ്പോൾ ഗ്രാമങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പല പ്രസ്താവനകളും പറഞ്ഞത് ഗാന്ധിജിയാണ് കേട്ടോ. വിദ്യാഭ്യാസമാണെങ്കിലും സമ്പത്താണെങ്കിലും. അപ്പോൾ ഇവിടെ ഗാന്ധിജി പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായോ? നമുക്കതിലേക്ക് വരാം. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് ചോദിക്കും.
ഹിന്ദ് സ്വരാജ്, ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദ് സ്വരാജ്, എഴുതിയ വർഷം 1909. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഹിന്ദ് സ്വരാജ് ആണ്, ഹിന്ദ് സ്വരാജ്. ഇതിൽ തന്നെ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കവും കുറിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു. അപ്പോൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾ. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം ഗാന്ധിജിയുടേതാണ്. അതാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് വരാം. ദെൻ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ പ്രധാന ഉള്ളടക്കമാണ് നമ്മൾ പഠിക്കുന്നത്. മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു ട്രസ്റ്റിയാണ് മുതലാളി എന്ന് പ്രഖ്യാപിക്കണം കേട്ടോ. മുതലാളിമാർ ജനങ്ങളുടെ ഒരു ട്രസ്റ്റിയാണ്. അതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയും. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിമാർ എന്തല്ല, ഉടമസ്ഥരല്ല. ഉടമസ്ഥർ എന്ന ഉടമസ്ഥാവകാശം ത്യജിക്കുക, ട്രസ്റ്റിഷിപ്പ് അവരെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരൻ എന്ന ഒരു ലെവലിലേക്ക് ഒരു മുതലാളി മാറുക. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാത്ത വേറെ അനന്തരാവകാശികളില്ല. അങ്ങനെ ട്രസ്റ്റി എന്ന് വരുന്ന സമയത്ത് ട്രസ്റ്റിക്ക് ആരാണ് അനന്തരാവകാശി? പൊതുജനങ്ങളാണ്. അപ്പോൾ ട്രസ്റ്റിയുടെ അനന്തരാവകാശി പൊതുജനങ്ങളാണ്. ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ഉൽപാദനത്തിൻ്റെ സ്വഭാവത്തെ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളാണ്. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കണം. അപ്പോൾ മിനിമം വേതനം എന്ന് പറയുന്നത് പോലെ പരമാവധി വേതനം എന്നുള്ളൊരു അതിര് കൂടി വേണം എന്ന് ഗാന്ധിജി പറഞ്ഞു. പ്രധാനപ്പെട്ട 4 ആശയങ്ങൾ: 1, മുതലാളി ഒരു ട്രസ്റ്റി ആകണം. 2, ട്രസ്റ്റിയുടെ അനന്തരാവകാശി പൊതുജനങ്ങളാണ്. 3, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ഉൽപ്പാദനം നടത്തേണ്ടത്. 4, കുറഞ്ഞ ശമ്പളം എന്നതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ശമ്പളത്തിനും പരിധി നിശ്ചയിക്കണമെന്ന് പറയും. സോ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രധാനം, അല്ലേ? കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക്. ദെൻ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സമത്വം. ദെൻ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഗാന്ധിജി ഗ്രാമങ്ങളെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമങ്ങളിൽ മികവുണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ത്യ മുഴുവൻ വികസിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ കാർഷിക മേഖലയിലെ കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകുക, കുടിൽ ചെറുകിട വ്യവസായങ്ങൾ പരിഗണിക്കുക, സമത്വത്തിൽ അടിയുറച്ചുള്ള സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുക, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരിക. ഇതാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. കറക്റ്റ് 4 പ്രസ്താവനകളുണ്ടല്ലേ? 4 പ്രസ്താവനകൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ട്രസ്റ്റിഷിപ്പും ഇതുപോലുള്ള ആശയങ്ങൾ. ദെൻ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഇതും PYQ ആണ്. JC കുമരപ്പ, ശ്രീമാൻ നാരായൺ, ധരംപാൽ. ഈ പ്രമുഖരെല്ലാം ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടതാണ്. JC കുമരപ്പ, ശ്രീമാൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവർ. അപ്പോൾ ഇവരെങ്ങനെയൊക്കെയാണ് പിൽക്കാലത്ത് ദൗത്യങ്ങൾ ഏറ്റെടുത്തതെന്നൊക്കെ നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ട ആശയമെന്ന് ഇവർ മുന്നോട്ട് വെച്ചു. 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. കണ്ടില്ലേ? അമർത്യ സെൻ PYQ ആണ് കേട്ടോ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയ ഇന്ത്യക്കാരൻ എന്ന നിലയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അമർത്യ സെൻ 1998. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായി. ദാരിദ്ര്യ രേഖ നിർണയിക്കുന്നത് പോലെ
നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യാസൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയത് അമർത്യാസനാണ്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് തൻ്റെ പഠനങ്ങൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാന സംഭാവനകൾ നൽകിയ പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ചിന്തകരെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത്തരം സാമൂഹ്യ ചിന്തകൾ രാജ്യത്തെ സാമ്പത്തിക നയരൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. സോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഡയഗ്രാമൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? ദാദാഭായ് നവറോജി എന്താ പറഞ്ഞത്? അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തമാണ് അല്ലേ. ട്രസ്റ്റിഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഗാന്ധിജിയാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അമർത്യാസെന്നാണ് അല്ലെ. അമർത്യാസെന്നാണ്, അത് എഴുതി കൊടുക്കുക കേട്ടോ. സാമ്പത്തിക ശാസ്ത്രം നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പഠന മേഖലയാണ്. ലോക സാമ്പത്തിക സാഹചര്യങ്ങളെ പഠന വിധേയമാക്കാനും സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാമ്പത്തിക ശാസ്ത്രം നമുക്ക് ഉപയോഗപ്രദമാണ്. സോ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ, സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ, എന്ത്, എത്ര അളവിൽ, എങ്ങനെ, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന 3 ചോദ്യങ്ങളാണ്. സാമ്പത്തിക ശാസ്ത്രം സമ്പത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല, അത് മനുഷ്യ വിഭവശേഷിയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വളരെയധികം പ്രാധാന്യമുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. വിവിധ കാലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിച്ചിരുന്നത്. ഇന്ത്യയിലും ഒട്ടനവധി സാമ്പത്തിക ചിന്തകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ആളുകൾ ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, സാമുവൽസൺ. അപ്പോൾ ഈ പേരുകൾ കാണുമ്പോൾ തന്നെ ഇവരെന്താണ് പറഞ്ഞത്, ഇവരുടെ പുസ്തകങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർമ്മ വരണം. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ചാണക്യനിൽ നിന്ന് തുടങ്ങി അമർത്യാസെൻ വരെ നമ്മൾ പറഞ്ഞു. ചാണക്യൻ, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്രദത്ത്, ഗാന്ധിജി, അമർത്യാസെൻ. രമേശ് ചന്ദ്രദത്ത് കേട്ടോ, രമേശ് ചന്ദ്രദത്ത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിൻ്റെ സൊല്യൂഷൻസൊക്കെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ്. അതിനു വേണ്ടിയുള്ള ലിങ്കെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും.